എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. എന്താ അറിയോ, കുറേ നാളുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ എത്തിയിട്ടില്ല. ഒരു കിച്ചൺ അറ്റ്മോസ്ഫിയറിൽ ഞാൻ എത്തിയിട്ടില്ല. ഔട്ട്ഡോർ ഒക്കെ കുറെ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും അബുദാബിയിലായിരുന്ന സമയത്തായിരുന്നു ഞാൻ കൂടുതൽ കുക്കിങ്ങും കിച്ചൺ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഇന്ററാക്ഷനും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നാട്ടിൽ വന്ന് നല്ല തിരക്കായിരുന്നു എന്ന് തന്നെ പറയാം. വീട് പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ഒന്നും ചെയ്യാത്തത്. ഹോം ടൂറും കിച്ചൺ ടൂറും ബെഡ്റൂം ടൂറും ഒക്കെ കാണിച്ചു തരാം വഴിയേ. ഇപ്പോൾ ഓണം അല്ലേ, പായസം ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക? പായസം ഉണ്ടാക്കണം. കഴിഞ്ഞ വർഷം ഓണം എന്ത് വേഗം കടന്നു പോയല്ലേ. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സാമ്പാറിന്റെ കഥയൊക്കെ പറഞ്ഞത്, സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാർ എന്ന് പറഞ്ഞ രാജകുമാരന്റെ കഥയൊക്കെ പറഞ്ഞതേ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ കൂടി ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പായസമായിട്ടാണ് വന്നേക്കുന്നത്. പായസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ. പച്ചക്കറി വെച്ച് പായസം ഉണ്ടാക്കണ്ടേ? മത്തങ്ങ വെച്ചിട്ടാണ് ഇന്നത്തെ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കുറെ തിരക്കുകൾ ഉണ്ടായിരുന്നു എനിക്ക്. പ്രൊഫഷൻ ബേസ് തിരക്കുണ്ടായിരുന്നു. പിന്നെ വീട് പണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പണിക്കാർ തരില്ല, പണിക്കാർ സമയത്ത് പണി തീർത്ത് തരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് അലച്ചിൽ കൂടുതലാണ്. ഞാൻ ഇടയ്ക്ക് അബുദാബി പോകും, വീണ്ടും നാട്ടിൽ തിരിച്ചു വരും, വീണ്ടും അബുദാബി പോകും, വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെയായിട്ടൊരു 6-8 മാസമായിട്ട് ഞാൻ ആ ഒരു സ്ട്രീമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി തുടർന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ വീട് പണിയൊക്കെ കഴിഞ്ഞു എങ്കിൽ കൂടിയും ഫിനിഷിംഗ് സ്റ്റേജിലാണ്. പോളിഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇനി ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം വേണം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ കൊച്ചു വീട് കാണിക്കാനായിട്ട് വരാനായിട്ട്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പോഴും നിങ്ങൾ എനിക്ക് ഓരോ വീഡിയോസും, പഴയ എല്ലാ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ടും കമൻറ്റും ഒക്കെ ഇപ്പോഴും തരുന്നുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കയറി വരുന്നുണ്ട്. കീപ് സപ്പോർട്ടിങ്. എപ്പോഴും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വിഭവങ്ങൾ വരാനുണ്ട്, ഒരുപാട് വ്ളോഗ് വരാനുണ്ട്, ഔട്ട്ഡോർ ഒരുപാട് വ്ളോഗ് ഉണ്ട്, ഒക്കെ ചെയ്യാനുണ്ട്. എല്ലാം ഞാൻ ചെയ്യാം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങ പായസത്തിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ അടക്കളയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വലിയ കാര്യമായ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറച്ചുകൂടെയൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിശാലമായിട്ടൊന്നും കാണിക്കാതിരിക്കുന്നത്, കുക്കിംഗ് മാത്രം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മത്തങ്ങ പായസത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മത്തങ്ങ ഒരു 1/4 കിലോളം വാങ്ങിയിട്ടുണ്ട്. ആ സാധനം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, തൊലിയൊക്കെ ചെത്തി ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞി പീസാക്കണം, ചെറിയ പീസാക്കണം. അത് പീസാക്കിയ ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് ഉടച്ചെടുത്ത ശേഷമാണ് നമ്മളിത് ശരിക്കും നല്ല നെയ്യിൽ വഴറ്റിയെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് പീസാക്കി എടുക്കാം. അപ്പം മത്തങ്ങ നമ്മൾ പംകിൻ, ഇനിയിപ്പോൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പംകിൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റിയ ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പംകിൻ കുക്കറിലേക്ക് ഇടാം. കുക്കറിൽ ഇട്ട ശേഷം ഇത് വേവിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമേ വെക്കാൻ പാടുള്ളൂ. വെള്ളം കുറച്ച് വെക്കണം. കാരണം എന്താ വെച്ചാൽ അധികം വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വറ്റിക്കാൻ വേണ്ടി കുറേ ടൈം തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം വെക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത്രയും മതിയാവും. മത്തങ്ങ വളരെ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടുന്ന ഒന്നാണ്. ഒരു 2-3 എയർ മതിയാവും. നമുക്ക് കുക്കർ അടച്ച് മൂടി വെച്ചു നമുക്ക് വേവിച്ചെടുക്കാം. തീ കത്തിക്കാം. അപ്പൊ നമ്മുടെ പംകിൻ വെന്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ടിട്ട് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കണം. ശർക്കര ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ്. ഇത് ചെറിയ പീസാക്കി എടുത്തിട്ട് വേഗം തന്നെ ശർക്കര പാനി എടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കേണ്ടതുണ്ട്. തേങ്ങാപ്പാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചിരണ്ടുമ്പോൾ ശരിക്കും പീരയായിട്ട് കിട്ടാതെ കഷ്ണമായിട്ട് വീഴും ചില തേങ്ങകൾ. അപ്പൊ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ ആ കഷ്ണമായിട്ട് വീഴുന്നതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ പംകിൻ വെന്തുകൊണ്ടിരിക്കുന്ന ചൂളം വിളിയാണ് കേൾക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ തേങ്ങ നമ്മൾ വെള്ളത്തിലിട്ട് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും കൂടുതലായിട്ട് നമുക്കതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാനായിട്ടുള്ള നല്ല പീര കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരട്ടെ. വെള്ളം ഒഴിച്ചു നമ്മൾ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. ശർക്കര എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര പാനി നമുക്ക് പാനിയായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ എന്താ പറയുക, വലിയ ഉണ്ടയല്ലേ, അത് കുറേ നേരം ടൈം എടുക്കും.
ഇങ്ങനെ ഗ്യാസിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നേരം കത്തിക്കേണ്ടി വരും, അടുപ്പത്ത് നിൽക്കേണ്ടി വരും. എന്തും എളുപ്പപ്പണിയാണ് നമുക്ക് നല്ലത്, സമയമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ശർക്കരപ്പാനി ആയി വരട്ടെ. അപ്പോൾ നല്ല കുറുകിയ ശർക്കരപ്പാനി നമുക്കിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഞാനത് ആറാൻ വെച്ചേക്കുകയാണ്. ശർക്കരപ്പാനി വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും അരിച്ചിട്ട് വേണം എപ്പോഴും ശർക്കരപ്പാനി നമ്മൾ പായസത്തിലേക്ക് ചേർക്കുന്നതിന് മുമ്പായിട്ട് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കത് അരിച്ച് വെക്കാം. തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചു. അപ്പോൾ നമ്മുടെ പംകിൻ വെന്തിട്ടുണ്ട്. തുറന്നു നോക്കാം. ഏറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്ത് കിട്ടി. നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്മാഷർ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. കണ്ടോ, എല്ലാം ഈക്വലായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉടഞ്ഞു കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം കുറച്ചേറെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വിളയിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല നെയ്യിലൊന്ന് മത്തങ്ങ വിളയിക്കുമല്ലോ, ആ സമയത്ത് ഈ വെള്ളം കൂടി അങ്ങ് വറ്റിപ്പോക്കോളും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കും. ഇനി അടുത്തത് ഈ മത്തങ്ങ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പംകിൻ ഇവിടെ ഉടച്ചു വെച്ചത് മാറ്റി വെച്ചേക്കാണ്. ശർക്കര ഞാനിവിടെ ആറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഇത് ഇൻഡാലിയത്തിൻ്റെ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ ഉരുളിയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഉരുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കുക്കറിൽ എടുത്തത്. ഇത് കുറച്ച് മാവട്ടമുള്ള കുക്കർ ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് അതിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടുപ്പ് കത്തിക്കാം. ശരിക്കും വെള്ളം വറ്റിയ ശേഷം നമുക്ക് നിറനെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നിറനെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സ്പൂൺ ചെറുതായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പംകിൻ, നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മളിവിടെ പംകിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പംകിൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കയ്യിലെടുക്കാതെ തന്നെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ മത്തങ്ങ ശരിക്കും ഉരുണ്ടുരുണ്ട് വരും, എണ്ണ തെളിഞ്ഞ് ഉരുണ്ടുരുണ്ട് വരും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് അതുവരെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ല ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. മത്തങ്ങ നല്ലപോലെ വഴങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ പഴമാണോ മത്തങ്ങയാണോ മാമ്പഴമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു അളവിൽ, അതായത് നമ്മുടെ സ്പൂണിൽ പിടിച്ചിരിക്കാതെ ഇങ്ങനെ അടർന്ന് വീഴുന്ന ഈ ഒരു അളവിൽ എത്തുമ്പോഴേക്കും നമുക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് കണ്ടോ. അപ്പോഴേക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം വെച്ചിരിക്കുന്ന ആ ഫ്ലെയിം വയ്ക്കരുത്, കുറച്ചൊന്ന് തീ കുറയ്ക്കണം. അതിനുശേഷം ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ അരിച്ച് എടുത്തേക്ക് കണ്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കരടൊക്കെ തടഞ്ഞിട്ടുണ്ട്. ശർക്കര എപ്പോഴും പനമ്പിലൊക്കെ ഇട്ടാണല്ലോ അവർ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പനമ്പിൻ്റെയൊക്കെ തരിയൊക്കെ കയറാൻ ചാൻസസ് ഉണ്ട്. ഇത് നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൽ കുറച്ച് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ചേർക്കേണ്ടതുണ്ട്. ഒരു 2-3 ആരോ റൂട്ട് ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് 3-ാം പാലിൽ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണം.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മത്തങ്ങ കുമ്പളങ്ങ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അതൊന്ന് പരിപ്പ് പായസം പോലെ കുറുകി കിട്ടാൻ പണിയാണ്, കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂവപ്പൊടി ചേർക്കാൻ പതിവുണ്ട്. കൂവപ്പൊടിയോ റാഗിപ്പൊടിയോ ഒരു 1.5 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ വേണം ആരോ റൂട്ട് ബിസ്ക്കറ്റ്. എളുപ്പപ്പണിക്കാണ് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞത്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുക്കുക, പൊടിക്കുക, അത് 3-ാം പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ വരാം ആരോ റൂട്ട് ബിസ്ക്കറ്റായിട്ട്. ആരോ റൂട്ട് ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്ത് കണ്ടോ, കൂടിപ്പോയ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഞാനൊരു 3 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനി 3-ാം പാലിലിട്ടിട്ട് നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം, കട്ടയില്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. 3-ാം പാലാണ്. 3-ാം പാലിലേക്ക് ഇതാണ് നമ്മൾ ആദ്യം എപ്പോഴും പായസത്തിന് ഇടുന്ന തേങ്ങാപ്പാൽ ചേർത്തെടുക്കുമ്പോൾ 3-ാം പാലാണല്ലോ ആദ്യം ഒഴിക്കുന്നത്. ഈ സംഭവം നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്കവാറും ഉണ്ടാവില്ല, ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഇതുള്ളവരാണെങ്കിൽ ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. എനിക്ക് അടുത്ത സമയത്താട്ടോ ഈ സംഭവമൊക്കെ വാങ്ങിക്കാൻ പറ്റിയത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഇത് വാങ്ങിക്കണം. UAE പോയ സമയത്ത് ഞാനിത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ് നാട്ടിലേക്ക്. അവിടെ ആകുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടും കേട്ടോ, ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് ഓൺലൈൻ വഴിയൊക്കെ. അപ്പോൾ എന്തായാലും ശരിക്കും നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം. നല്ല രസമല്ലേ? എനിക്കിങ്ങനെയുള്ള കുട്ടി കുട്ടി പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്കിനി 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എന്താ സ്മെല്ല് നോക്ക്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മത്തങ്ങ പായസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരിപ്പ് പായസത്തിൻ്റെ അത്രയും രുചി ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ മത്തങ്ങ പായസം ഒരു പ്രത്യേക സ്വാദാട്ടോ. പഴവും പപ്പടവും ഒക്കെ കൂടെ കൂട്ടി അങ്ങ് സദ്യക്ക് മത്തങ്ങ പായസം കഴിച്ചാണ്ടല്ലോ, ഒന്നും പറയാനില്ല. അപ്പം നന്നായിട്ട് തിളച്ച് വരട്ടെ. പാൽ ഏകദേശമൊക്കെ വറ്റി വീണ്ടും കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിക്കേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ തിളയ്ക്കുന്ന അനുസരിച്ച് വറ്റുന്ന അനുസരിച്ച് ഇതിങ്ങനെ തെറിച്ച് പുറത്തേക്ക് വരും കേട്ടോ. കയ്യിലൊക്കെ ആവാതെ നോക്കണേ. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ 1-ാം പാൽ ഒഴിക്കും. ഇപ്പോൾ 2-ാം പാലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, അത് ലാസ്റ്റ് സ്റ്റേജാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരല്പം ചുക്കുപൊടിയും ജീരകപ്പൊടിയും ലേശം ഉപ്പ് അറിയാമല്ലോ, അതിൻ്റെ മധുരം ഒന്ന് സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2-ാം പാൽ ഒഴിച്ചത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറയ്ക്കണം. ഇപ്പം ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചേക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മുടെ 2-ാം പാലും പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 1-ാം പാൽ എപ്പോഴും വളരെ കുറവായിരിക്കുമല്ലോ, പ്യൂർ തേങ്ങയുടെ പാല് മാത്രമാണ് നമ്മളിത് എടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചുക്കുപൊടി കുറച്ചിട്ട് കൊടുക്കാം. നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ ചുക്കുപൊടിയാണ്. ജീരകപ്പൊടി എല്ലാം ഒരു പിഞ്ചളവ് മതി കേട്ടോ. ഏലക്ക ഒരു 2 എണ്ണം എടുത്തത് പൊടിച്ചത്, എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ചുക്കുപൊടിയൊക്കെ ഇട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം. അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച ശേഷം കശുവണ്ടി മുന്തിരി, അത് നമ്മളെല്ലാ പായസത്തിലും ചെയ്യുന്ന പോലെ കശുവണ്ടി മുന്തിരിയും നല്ല നെയ്യിൽ വറുത്ത് കോരി നമുക്കിതിലേക്ക് ഇടാം. അപ്പം ഞാനിപ്പം നമ്മുടെ മത്തങ്ങ പായസം അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. നെയ്യ് ഇടുമ്പോൾ എപ്പോഴും ബട്ടറും നെയ്യൊക്കെ നമ്മൾ ചൂട് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. വരുമ്പോഴേക്കും നമ്മൾ ഒരു 4-5 കശുവണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കശുവണ്ടിയോ ബദാമോ ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ബദാം പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കശുവണ്ടി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ പായസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി ഈ സംഭവം നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ എടുത്തിരുന്ന നറുനെയ്യ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഇത്തരത്തിലുള്ള വെജിറ്റബിളിന്റെ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ നെയ്യിന്റെ ഒരു സ്മെല്ലും സ്വാദും മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ ഈ സംഭവം എന്ത് വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പോലും നമുക്ക് പുതുതായി കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പറയണം ഇത് മത്തങ്ങ പായസമാണ്, കുമ്പളങ്ങ പായസമാണ്, അല്ലെങ്കിൽ പഴപ്രഥമനാണ്. പഴപ്രഥമനൊക്കെ പിന്നെ മനസ്സിലാവും കേട്ടോ അതിന്റെ ടേസ്റ്റില്. പക്ഷെ ഇത് കുറച്ച് പാടാൻ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യുടെ അളവ് കുറച്ച് ചേർത്ത് കൂട്ടി വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറട്ടെ. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ എങ്ങനെയാണ് മത്തങ്ങ പായസം ഉണ്ടാക്കണതെന്ന് മനസ്സിലായല്ലോ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മത്തങ്ങ പായസം. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ഇവിടെ നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കുറച്ച് തിക്കായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. മത്തങ്ങ പായസം ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവപ്പൊടി, അതല്ലെങ്കിൽ റാഗിപ്പൊടി. ഇത് കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതി. കാരണം ഇങ്ങനെ ഒരു കുറുകലിൽ കിട്ടണം നമുക്ക് മത്തങ്ങ പായസം. അല്ലാത്ത പക്ഷം കുറച്ച് ഇങ്ങനെ ലൂസായിട്ടിരിക്കും, അത് നല്ലതല്ല. എനിക്ക് കൊതി വരുന്നുണ്ട്, ഞാനൊരു ടീസ്പൂൺ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഒന്നും പറയാനില്ല, ഇത് കഴിക്കുന്ന ആരും പറയില്ല ഇത് മത്തങ്ങ വെച്ച് ഉണ്ടാക്കിയതാണ്. അത്ര ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ. എന്നാലും മത്തങ്ങ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചുകൂടെ പിന്നെ കഴിക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ കുറച്ചുകൂടെ പിന്നെ കഴിക്കാം. അപ്പൊ എല്ലാവർക്കും തിരുവോണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, മത്തങ്ങ പായസം. തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പൊ വീണ്ടും സപ്പോർട്ട് വിടണ്ട, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദയോടൊപ്പം നിങ്ങളെല്ലാവരുടെയും നിറഞ്ഞ സ്നേഹം എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ ചെയ്തോളൂ എന്ന് എനിക്കറിയാലോ. അപ്പൊ വീണ്ടും കാണാം അടുത്ത ദിവസം മറ്റൊരു നല്ല സ്വീറ്റ് വിഭവമായിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ. നന്മ നിറഞ്ഞ ഓണത്തിലേക്ക് എല്ലാവർക്കും കൂടി കാത്തിരിക്കാം. സന്തോഷം. താങ്ക് യു വെരി മച്ച്.